ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് വൻ തിരിച്ചടി നേരിടുകയാണ് കുരുമുളക് കൃഷി. അന്തരീക്ഷ താപനില ഉയർന്നതോടെ ചെടികൾ വാടിക്കരിയുകയാണ്. വേനൽ തുടർന്നാൽ അടുത്ത സീസണിൽ കുരുമുളക് ഉൽപാദനം ഗണ്യമായി കുറയുന്നതിൽ സംശയമില്ല. ചൂട് ഉയർന്നതും വേനൽമഴ കിട്ടാതായതും മൂലം ഇടുക്കിയിലെ കുരുമുളക് കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മഴ കുറഞ്ഞതോടെ ഡിസംബറിൽ തന്നെ തോട്ടങ്ങളിൽ കുരുമുളക് ചെടികൾ വാടിത്തുടങ്ങിയിരുന്നു. വേനൽമഴയും കിട്ടാതായതോടെ വിവിധയിടങ്ങളിൽ കുരുമുളക് ചെടികൾ കരിഞ്ഞു. പച്ച വല കെട്ടിയും പടുതാക്കുളങ്ങളിൽ നിന്ന് വെള്ളമെടുത്തുമാണ് കർഷകർ വേനലിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ പലയിടത്തും പടുതാക്കുളങ്ങളും വറ്റി. കുരുമുളക് ചെടികളെല്ലാം വാടിക്കരിഞ്ഞ് നിലം പറ്റാതായ അവസ്ഥയിലാണ്. വേനൽമഴ ലഭിക്കാത്തതും ഇതിനൊരു മുഖ്യ കാരണമാണ്. കുരുമുളകിന് ഇപ്പോൾ ന്യായമായ വിലയുണ്ട്, പക്ഷേ അത് കൃഷിക്കാരന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. കുരുമുളക് ചെടി പൂർണ്ണമായി ഇങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാൽ കുരുമുളക് കൃഷി ചെയ്യുന്ന കർഷകൻ്റെ അവസ്ഥ വളരെ ദുരിതത്തിലാണ്. തൈച്ചെടികൾക്ക് പുതയിട്ടെങ്കിലും അന്തരീക്ഷത്തിലെ താപനില കാരണം ഉണക്ക് ബാധിക്കുകയാണ്. 20 കിലോയോളം കുരുമുളകുണ്ടായിരുന്ന ചെടികളാണ് ഉണങ്ങി നശിക്കുന്നത്. വായ്പയെടുത്താണ് പലരുടെയും കൃഷി പരിപാലനം. കടുത്ത വേനലിൽ ചെടികൾ നശിക്കുന്നത് കർഷകരെ വലിയ കടബാധ്യതയിലേക്ക് തള്ളിവിടും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.